ഇനി ഒരു വ്യക്തിയെ പരിചയപ്പെടണം. പേര് അനീഷ്, ഓട്ടോ ഡ്രൈവറാണ്. പക്ഷേ നാട്ടുകാർക്ക് ചൗഹാൻ. വായ കൊണ്ട് തേങ്ങ പൊതിക്കുന്നതല്ല കോഴിക്കോട് മൊകേരി വാണിയകണ്ടിയിലെ ചൗഹാന്റെ ജോലി. വരുമാന മാർഗം ഓട്ടോ ഡ്രൈവറായാണ്. സാധാരണ ഓട്ടോയല്ല, അലങ്കൃതമായ ഈ ഓട്ടോയിൽ കയറുന്നവരുടെ വരുമാനമനുസരിച്ചാണ് ചൗഹാൻ കാശു വാങ്ങുന്നത്. കരാട്ടക്കാരനാണ്, വോളിബോൾ കളിക്കാരനാണ്, വലിയ മനുഷ്യസ്നേഹിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സൗജന്യമൊക്കെ നൽകുന്നത്? അതുകൊണ്ട് നല്ല പണിയെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ബി പി എല്ലാത്തോലും കാര്യം എല്ലാത്തോലും ഈ വണ്ടി തന്നെ കാര്യം. പിന്നെ മറ്റേ ഡ്രൈവർ കട നല്ല പണിയെല്ലാം ഉണ്ട്, അങ്ങനെ സൗജന്യമായിട്ട് ഓടുന്നുണ്ട്. എന്തൊക്കെ സൗജന്യങ്ങളാണ് കൊടുക്കുന്നത്? ബി പി എൽ കാർഡ് കാണിച്ചാൽ പൈസ ആവാമല്ലോ. പിന്നെ വികലാംഗർക്ക് ഓരോടും പൈസ ആവാമല്ലോ. ഓരോട് പൈസ ഇല്ലേക്കും അങ്ങനെ വാങ്ങാൻ നിൽക്കല്ല, തന്നിക്കണ്ട വാങ്ങുന്നതാണ്. 6 മണിക്ക് ശേഷം ലഡുവും ചായയെല്ലാം ഉണ്ടാവും. ഏത് സമയത്ത് ഓട്ടം വിളിച്ചാൽ പോവോ? ആ, വൈകുന്നേരം 5 മണിക്ക് ശേഷം വിളിച്ചാൽ പോക്കില്ല. വോളിബോൾ കളിക്കുന്നതുകൊണ്ട്. ചൗഹാൻ എന്നുള്ള പേരെങ്ങനെയായിട്ട്? അത് സ്കൂളിൽ പഠിക്കുന്നവരെ ചൗഹാൻ ഉണ്ട്. അനീഷ് ചൗഹാൻ ആദ്യം എല്ലാവരും വിളിക്കൽ. ഇപ്പോൾ ഓട്ടോറിക്ഷ വാങ്ങിയോണ്ട് അന്നേരം ഈ ചൗഹാൻ ആയതുകൊണ്ട് എല്ലാവർക്കും തീരുന്നു ചൗഹാൻ എന്നാണ്. ഇപ്പോൾ എല്ലാവരും ചൗഹാൻ എന്നാ വിളിക്കും. അനീഷ് എന്നുള്ള പേര് ഇഷ്ടമല്ലേ? അതാരും വിളിക്കലില്ല, എല്ലാവരും ചൗഹാൻ എന്നാ വിളിക്കുമ്പോൾ രേഖയിൽ മാത്രം അനീഷ് തന്നെ വരും, ബാക്കിയെല്ലാം ചൗഹാൻ. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് താല്പര്യമുള്ളത്? കരാട്ട ബ്ലാക്ക് ബെൽറ്റ് എടുത്തിട്ട് ക്ലാസ് എടുക്കുമെല്ലാം പോക്കുണ്ട്. പിന്നെ പച്ചത്തേങ്ങ പല്ലുകൊണ്ട് ഒഴിക്കും 3 മിനിറ്റ് കൊണ്ട്. പിന്നെ ഫയർ ഡാൻസ് കളിക്കും. എന്താ വണ്ടി ഇത്ര അലങ്കരിക്കാൻ കാരണം? വണ്ടി എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടും വേണ്ടിയിട്ട്. ഇവന് സ്കൂളിൽ പോകുമ്പോഴേ പിന്നെ അവനൊരു സൈക്കിളുണ്ട്. ആ സൈക്കിളിൻ്റെ മുകളിൽ തന്നെ വെള്ളമെല്ലാം വെച്ച് ഭയങ്കര പൂവെല്ലാം വെച്ച് അന്നേരം ഇവന് വണ്ടിയായിട്ട് ഭയങ്കര ബന്ധമുള്ള. അങ്ങനെയാണ് ഇവന് ഓട്ടോറിക്ഷ ഫീൽഡിൽ ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവന് കരാട്ട പിന്നെ ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ടുണ്ട്. ഇവൻ്റെ പേര് വിളിക്കാൻ പാടില്ല, ചൗഹാനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ. എന്നാലാണ് പിന്നെ അവന് ഇഷ്ടപ്പെടും. അല്ലാണ്ട് അവൻ്റെ പേര് വിളിച്ചിട്ട് ഓട്ടോ വിളിച്ചാൽ അവൻ വരില്ല. ചൗഹാനെ വിളിച്ചാൽ അപ്പോൾ എത്തും. എല്ലാവർക്കും നല്ല മതിപ്പാണ്. പിന്നെ വേറൊരു രീതിയിലുള്ള ഒരു കളിയും കാര്യമൊന്നുമില്ല, നല്ല നീറ്റ ആളാണ്. ചൗഹാനെ കുറിച്ച് എന്തെങ്കിലും പരാതി ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ഞങ്ങൾ നാട്ടിൽ അന്വേഷിച്ചു. ഒരു പരാതിയുമില്ല. സൽക്കർമ്മിയായ ചൗഹാനെ എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നു. ചൗഹാൻ പൊതുവെ പിന്നെ ബി പി എല്ലാവർക്കെല്ലാം പൈസ കുറച്ചിട്ട് ഓടി കൊടുക്കുക. ഗർഭിണിയൊക്കെ ഇവർക്കെല്ലാം പൈസ, ബി പി എൽ ഗർഭിണിയൊക്കെല്ലാം പൈസ കുറച്ചിട്ട് ഓടി കൊടുക്കും വേണ്ടി 50% ആയിട്ട്. പിന്നെ ആസ്മ ഉള്ളവർക്ക് ഇത് പൂർണ്ണമായിട്ട് സൗജന്യമായിട്ട്. പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ചായ കൊടുക്കും. ചായ എന്തെങ്കിലും ബേക്കറി സാധനം ചായ എല്ലാം കൊടുക്കും. പിന്നെ പ്രത്യേകിച്ച് ഫയർ ഡാൻസ് ഉണ്ട്. 2 പേര് പന്തേലും പിടിച്ചിട്ട് ഡാൻസ് ഉണ്ട്. അതൊന്നും പരിപാടിക്കല്ല സാധാരണ ഉണ്ടാവുക. കുറെ കാലം കുറേ കാലമായി. വണ്ടി തന്നെയാണ് നിങ്ങൾ, വണ്ടി തന്നെ ഇപ്പോൾ പ്രത്യേക മോഡലായിട്ടുള്ള വണ്ടിയല്ലേ. വണ്ടിയെല്ലാം ഡെക്കറേഷനിലായിട്ടുള്ള എന്തെന്നാണ് പറയുന്നത് ഇങ്ങനെയാ പൊതുവെ. നാട്ടുകാരായ നിങ്ങൾക്ക് എങ്ങനെയാ ഇയാളെ കുറിച്ച് തോന്നുന്നത്? എന്താ തോന്നുന്നത്? ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ല, നല്ല തന്നെ തോന്നുന്നു. ഇങ്ങനെ സൗജന്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ല തന്നെ തോന്നുന്നു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിലും വേണ്ടിയിട്ട് പിന്നെ കുറേ ഫ്രീ ആയിട്ട് ഓടി കൊടുക്കുക. കുട്ടികളെല്ലാം കയറ്റിയിട്ട് സ്കൂൾ കുട്ടികളെല്ലാം കൊണ്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് പോകുന്ന പരിപാടിയെല്ലാം ഉണ്ട്. നാട്ടുകാർക്ക് വലിയൊരു ഉപകാരമാണോ? നാട്ടുകാർക്ക് കുറേ കാര്യങ്ങളിൽ നല്ല ഇതാണ്. കുറേ ജനങ്ങൾക്കെല്ലാം നല്ലൊരു മതിപ്പാണുള്ളത്. ചൗഹാൻ മാമനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ ചൗഹാനെ കണ്ടത് കോളേജിൽ വോളിബോൾ കളിക്കാൻ വരുമ്പോ. പിന്നെ ചൗഹാൻ ഞങ്ങൾക്ക് ഓരോന്ന് പഠിപ്പിച്ചു തരുമെല്ലാം ചെയ്തിട്ടുണ്ട്. മാമൻ ഇഷ്ടമാണോ? ആ, ഇഷ്ടം. കുട്ടികൾക്കറിയാം മാമനെ. പിന്നെ ആളെ ഓരോന്ന് കളിപ്പിക്കുകയും ചെയ്യും. കോളേജിൽ നിന്ന് ഡിഫൻഡെല്ലാം ഇട്ട് കൊടുക്കും. ഒരു മനുഷ്യനെ സമൂഹം എങ്ങനെ അംഗീകരിക്കുന്നുവെന്ന് കുട്ടികളോട് ചോദിച്ചാൽ വ്യക്തമാവും. കുട്ടികളെ സ്നേഹിക്കാൻ അറിയാത്തവർക്ക് തന്നോടോ മറ്റുള്ളവരോടോ കടപ്പാടുണ്ടാവില്ല. അതാണ് ചൗഹാന്റെ ഓട്ടോ നമ്മെ പഠിപ്പിക്കുന്നത്. കണ്ണാടിയുടെ മറ്റൊരു ലക്കം കൂടി അവസാനിക്കുന്നു. കണ്ണാടി തുടരുന്നു. നമസ്കാരം.